ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതാ വീഡിയോകളൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം നെറ്റ് ഇട്ടത് കുറച്ച് കുറവാണ്. അന്നേരം വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ MB എല്ലാം തീർന്നു. അന്നേരം ലൈവ് ഇടാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ 2 ദിവസം ലൈവ് ഇടണമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം നീണ്ടു നിന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണേ. ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സേമിയ വെച്ചൊന്ന് ഉപ്മാവ് ഉണ്ടാക്കിയാലോ. ഇന്ന് രാവിലെ എല്ലാ ദിവസവും ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഒന്ന് വെറൈറ്റിക്കൊന്ന് മാറ്റി പിടിച്ചതാണേ. അങ്ങനെ നമ്മൾ ആ സവാളയും ഒരു ചെറിയ സവാളയാണേ, ഒരു പച്ചമുളക്, ഇവർക്കൊക്കെ എരിവ് കുറവ് മതി, അന്നേരം ഒരു തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള വലുപ്പത്തിലെടുത്ത അടിപൊളി ടേസ്റ്റ്. അത് നമുക്ക് ഉപ്മാവിനൊക്കെ സവാള കുറച്ച് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ. അങ്ങനെ നമ്മളിതാ സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട്. എരിവിനാവശ്യത്തിന് പച്ചമുളക് എടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് കറി അവിടെ അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. കറിയായിട്ട് നമുക്ക് ഉപ്മാവ് വയ്ക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ സവാളയും തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വെറൈറ്റി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉപ്മാവിന്. നമ്മൾ റവ ഉപ്മാവിനല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി വഴറ്റിയിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അധികം വഴനാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിം ആകുമ്പോഴത്തേക്ക് ഓഫാക്കണം കേട്ടോ. നമുക്കത് കടിക്കാൻ കിട്ടണം എന്ന പാകത്തിലാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. നമ്മളെന്നും പറയുന്നുണ്ട് ബോറടിക്കുന്നുണ്ടോ. അങ്ങനെതാ നമ്മൾ ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കും. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ചെറിയ കഷ്ണം മതി കേട്ടോ. നമുക്ക് ഇവിടെ ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി തോന്നിയിടാം. നമ്മൾ തക്കാളി ചെറിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, പൊടിയായിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നമുക്ക് കറി ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. കറി ആയി കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങിയത്. കറിയായി വന്നപ്പോഴത്തേക്കും പണി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെ തക്കാളി സവാളയൊക്കെ വഴറ്റി വന്നപ്പോഴത്തേക്കും നമ്മളെ ഗ്യാസ് അങ്ങ് കഴിഞ്ഞ്. പിന്നെ ഇതെല്ലാം പെറുക്കിയെടുത്ത് അടുപ്പിൻ്റെ മണ്ടയ്ക്ക് പോയി. അടുപ്പിലാണെങ്കിൽ ചോറ് വേകുന്നു. ഇന്ന് രാവിലത്തെ കാര്യം പോകാം. ഇന്നത്തെ കഥ ഇങ്ങനെ തീരുമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ഉപ്മാവ് വെള്ളം തിളക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കഴിഞ്ഞ് ഗ്യാസ്. പിന്നെ 10-11 മണിയാകണം വരണമെങ്കിൽ. അല്ല, നമുക്കിവിടെ ബുധനാഴ്ചയാണ് കേട്ടോ വരിക. നമ്മളെ ഈ റൂട്ട് ബുധനാഴ്ചയാണ് വരിക. അന്നേരം അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഏട്ടൻ പോയി ഗുഡൗണിൽ നിന്ന് എടുത്തിട്ട് വരും കേട്ടോ, ഓഫീസിൽ നിന്ന്. അങ്ങനെതാ നമ്മളെ പരിപാടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അധികം വഴറ്റരുതേ ഉപ്മാവിന് നല്ലോണം സവാള വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയി അടുപ്പിലൊക്കെ വെച്ച് നമ്മൾ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. അടുത്തൊരു വീഡിയോയുമായി വരാം.